തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പുൽക്കോട് പ്രദർശനത്തിനായി തയ്യാറാക്കിയ താൽക്കാലിക പാലം അപകടം. നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളം റൂട്ടിലാണ് അപകടം. ക്രിസ്മസ് ന്യൂ ഇയറോട് അനുബന്ധിച്ച് തിരുപ്പുറം പഞ്ചായത്ത് സംഘടിപ്പിച്ച തിരുപ്പുറം ഫെസ്റ്റിലാണ് സംഭവം. വിവരങ്ങളുമായി ശ്യാം കാങ്കാലിൽ ചേരുന്നുണ്ട്. ശ്യാം, എത്ര പേർക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട്? ഈ പരിക്കുകൾ ഗുരുതരമാണോ? വിശദാംശങ്ങൾ. അതിര നിലവിൽ 20 പേർക്ക് പരിക്കേറ്റിട്ടുള്ളതായാണ് വിവരം. നടപ്പാലം തകർന്ന് നിരവധി ആളുകൾക്ക് പരിക്കുള്ളതായി ആദ്യം തന്നെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ 20ഓളം പേർക്ക് പരിക്കുണ്ടെങ്കിലും 7 പേരുടെ പരിക്ക് മാത്രമാണ്. ചില ആളുകൾക്ക് ഫ്രാക്ചർ ഉണ്ട് കാലുകൾക്ക്. അതായത് ഈ താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലം ഈ ആളുകളുടെ തിക്കും തിരക്കും കാരണം തകർന്നു വീഴുകയായിരുന്നു. തകർന്നു വീണ പാലത്തിൽ നിന്നും താഴേക്ക് വീണ ചില ആളുകൾ, അതായത് ഏകദേശം 8നും 10 അടിക്കിലും ഇടയിൽ മാത്രമുള്ള ഉയരമുള്ള ഒരു പാലമാണ്. അതുകൊണ്ട് തന്നെ ഈ തകർന്നു വീണ് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും ചില ആളുകൾക്ക് 7 പേരുടെ ചില പൊട്ടലും കാലുകൾക്ക് ഒടിവുമുണ്ട്. പക്ഷേ ആരുടെയും പരിക്കത്ര സാരമുള്ളതായിട്ടല്ല മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം കാഞ്ഞിരംകുളം റൂട്ടിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. കാഞ്ഞിരംകുളം ബൈപ്പാസിൽ മനവേലിയിലായിരുന്നു ഇത്തരത്തിൽ പുൽക്കോട് പ്രദർശനത്തിനിടെ സംഭവം ഉണ്ടാകുന്നത്. ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് തിരുപ്പുറം പഞ്ചായത്ത് സംഘടിപ്പിച്ച തിരുപ്പുറം ഫെസ്റ്റിലാണ് ഇത്തരത്തിൽ ഫെസ്റ്റിനോടനുബന്ധിച്ച പുൽക്കോട് പ്രദർശനമായിരുന്നു. ആ പ്രദർശനം കാണുന്നതിന് വേണ്ടി ആളുകൾ തിക്കും തിരക്കോടുകൂടി ഈ പാലത്തിലൂടെ താൽക്കാലികമായി നിർമ്മിച്ച ഈ തടിപ്പാലത്തിലൂടെ കടന്നു വരികയായിരുന്നു. ഒപ്പം തന്നെ ഈ തടിപ്പാലത്തിലൊപ്പം ഈ ഊന്നു കൊടുത്തിരുന്നതും തടികൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ കയറിയതോടുകൂടി പാലം തകർന്നു വീഴുകയായിരുന്നു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പരിക്കേറ്റ ആളുകൾ 7 പേർക്ക് കാലുകൾക്കും കൈകൾക്കുമായി പൊട്ടലുണ്ട്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ സജു എന്ന ആൾക്കാണ് ഈ ഇടത് കാലിന് ആംഗിൾ ഫ്രാക്ചർ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നില മാത്രമാണ് അല്പം ഗുരുതരം എന്ന് പറയാൻ കഴിയുന്നത്. ബാക്കി ആളുകളുടെ നില സാരമുള്ളതല്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ 12 വയസ്സുള്ള എബിൻ സ്റ്റെൻസി എന്നുള്ള ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. മൊത്തത്തിൽ 7 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. അതിൽ 7 പേരുടെ പരിക്കാണ് ഈ ഫ്രാക്ചറുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിൽ ആളുകളെ കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആരുടെയും പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ശരി, നെയ്യാറ്റിൻകരയ്ക്ക് സമീപമാണ് കാഞ്ഞിരപ്പുളം റൂട്ടിൽ അപകടമുണ്ടായത്. ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് പണിത മേൽപ്പാലമാണ് തകർന്നത്. ശ്യാമാണ് വിശദാംശങ്ങൾ നൽകിയത്.